കഴിഞ്ഞ ദിവസം ശ്രീ ജയൻ ചേർത്തല അമ്മയുടെ വാർത്താ സമ്മേളനം നടക്കുകയാണ്. ഈ ഹെമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട പല ചർച്ചകൾ ഉയരുന്നു. അമ്മ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല എന്ന ചോദ്യം നിരന്തരമായി ഉയരുന്നു. അപ്പോഴൊന്നും ഈ പറയുന്ന സ്റ്റേജ് ഷോയുടെയൊക്കെ കാര്യം പറഞ്ഞ് കുറച്ച് നീണ്ടുപോയതിനു ശേഷം, അനവധി ദിവസങ്ങളെടുത്തതിന് ശേഷം അമ്മ വാർത്താ സമ്മേളനത്തിന് വരുമ്പോൾ അങ്ങുണ്ട്. അന്ന് ജനറൽ സെക്രട്ടറി ആയിരുന്ന ശ്രീ സിദ്ദിഖുണ്ട്, 2 വനിതാ സിനിമാ പ്രവർത്തകർ കൂടെയുണ്ട്. അന്ന് വാർത്താ സമ്മേളനം നടത്തി അതിനെ പ്രതിരോധിക്കാൻ മുന്നിട്ടിറങ്ങിയ ഒരാൾ ഇന്ന് സമാനമായ ഒരു ആരോപണം നേരിട്ട് രാജിവെച്ചു പോവുകയാണ്. ഒരു സംഘടനയെ പ്രതിരോധിക്കാൻ ആരിറങ്ങിയോ അദ്ദേഹത്തിന് രാജിവെച്ചു പോകേണ്ടി വരുന്ന സാഹചര്യം അത്ര സ്വാഭാവികമാണോ നമുക്കിടയിൽ? അല്ല, അതിനകത്തൊരു വിഷയം എന്താണെന്നറിയാവോ മാഡം, നമ്മൾ ഈ ഒരു പ്രതിരോധിക്കാൻ ഇറങ്ങുമ്പോൾ ബ്ലൈൻഡായിട്ട് ഇറങ്ങിയിട്ട് കാര്യമുണ്ടോ? നമ്മൾ പ്രതിരോധിക്കാൻ ഇറങ്ങുമ്പം നമ്മൾ എല്ലാ വശങ്ങളും കൃത്യമായിട്ട്, ഞാൻ പലപ്പോഴും പ്രതിരോധത്തിനേക്കാളും ഊന്നൽ കൽപ്പിക്കുന്നത്, ഇപ്പം എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ചോദിക്കുന്നതെങ്കിൽ, ഞാൻ പ്രതിരോധിക്കാൻ ഒരിക്കലും ശ്രമിക്കാറില്ല. ഞാൻ എൻ്റെ അറിവിലുള്ള സത്യസന്ധമായ കാര്യങ്ങളെ പറയാറുള്ളൂ. അപ്പം എന്നെ വെച്ചിട്ട് എനിക്ക് കമ്പയർ ചെയ്യാനും പറ്റുള്ളൂ. ഞാൻ അതുകൊണ്ടാണ് പലപ്പോഴും പറയുന്നത്, പ്രതിരോധിക്കുകയല്ല. നമ്മൾ ഈ അമ്മ എന്ന് പറയുന്ന സംഘടന ഒരു ചാരിറ്റബിൾ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരുപാട് നന്മകൾ ചെയ്യുന്ന ഒരു സംഘടനയാണ്. ആ നന്മകൾ ജനങ്ങൾക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് കോട്ടമുണ്ട് എന്ന് പത്രക്കാരായാലും പുറത്തുള്ളവരും പറയുമ്പോൾ അതൊന്ന് കേൾക്കണം, അതൊന്ന് കേൾക്കാൻ ഒരു സാവകാശം കാണിക്കണം. അതിനകത്ത് തെറ്റുകുറ്റങ്ങളുണ്ട് എന്ന് പറയുകയാണെങ്കിൽ തിരുത്താൻ പറ്റുന്നതാണ്, തിരുത്തി പോകണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനൊരു പെർഫെക്ഷനിസ്റ്റ് ഒന്നുമല്ല. ഞാനൊരു ചേർത്തല പോലത്തെ ഒരു നാട്ടിൻപുറത്ത് ഒരു സാധാരണക്കാരനായിട്ട് ജീവിച്ച ആളാണ്. അപ്പോൾ എനിക്ക് എൻ്റേതായ കുറവുകളും കുറ്റങ്ങളും എല്ലാം ഉണ്ടാകും. ഇത് മറ്റൊരാളുടെ കണ്ണിൽ, ചിലപ്പോൾ എൻ്റെ കണ്ണിൽ എല്ലാം പെർഫെക്റ്റ് ആയിരിക്കും, പക്ഷെ മറ്റൊരാളുടെ കണ്ണിൽ അത് തെറ്റായിട്ട് വന്നു വരാം. ആ തെറ്റിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെ ഉൾക്കൊണ്ട് കറക്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ജീവിതത്തിൽ ഒരിക്കലും തെറ്റ് ചെയ്യാത്ത ആളൊന്നും അല്ല ഞാൻ. എനിക്ക് തെറ്റുകൾ ഒരുപാട് സംഭവിച്ചിട്ടുണ്ടാവാം. പക്ഷേ അത് തെറ്റാണെന്ന് എൻ്റെ ഒരു സുഹൃത്തോ എൻ്റെ ഒരു പരിചയക്കാരനോ എൻ്റെ ചുറ്റിനുള്ള അല്ലെങ്കിൽ എൻ്റെ മാധ്യമക്കാരോ എന്നോട് പറയുകയാണെങ്കിൽ, അത് തിരുത്താൻ പറ്റുന്നതാണെങ്കിൽ, എന്നെക്കൊണ്ട് തിരുത്താൻ പറ്റുന്നതാണ്, ഞാൻ ഉറപ്പായിട്ടും തിരുത്തി പോകണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിനകത്ത് ഈ ഒരാൾ തിരുത്താൻ വേണ്ടി ഇരുന്ന് ബ്ലൈൻഡ് ആകുന്നതിൽ ഉള്ള അതിനെ എനിക്ക് ചേർന്ന് നിൽക്കാൻ പറ്റത്തില്ല. എൻ്റെ വാദം എന്ന് പറഞ്ഞാൽ, നമുക്ക് ജീവിതമാണ്, തെറ്റുകൾ പറ്റാം. ശ്രീ ജയൻ, അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ പ്രതിരോധിക്കാൻ ഇറങ്ങിയപ്പോൾ അമ്മ വാർത്താ സമ്മേളനം വിളിച്ച്, അമ്മ അങ്ങടക്കമുള്ളവർ ചേർന്ന് ഇത് വാർത്താ സമ്മേളനം വിളിച്ചതിനെ പ്രതിരോധിക്കാൻ ഇറങ്ങിയപ്പോൾ ഒരു ബ്ലൈൻഡായ മാനസികാവസ്ഥയിലാണ് അതിന് പുറത്തിറങ്ങിയത് എന്നാണോ അങ്ങ് പറഞ്ഞു വരുന്നത്? ഒരു മിനിറ്റ്, കട്ടായി. ജയൻ, അങ്ങേക്ക് കേൾക്കാമോ? പറഞ്ഞോ, കേൾക്കാം. ശ്രീ ജയൻ, അപ്പോൾ അന്ന് വാർത്താ സമ്മേളനം വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിനെ പ്രതിരോധിക്കാൻ ഇറങ്ങിയ സമയത്ത് അത് ബ്ലൈൻഡ് ആയിട്ടുള്ളൊരു നീക്കമായിരുന്നു എന്നാണോ അങ്ങ് പറഞ്ഞത് എന്നാണ് ഞാൻ ചോദിച്ചത്. കാരണം ശ്രീ ജയൻ, അന്ന് എന്നെ ഏറ്റവും കൂടുതൽ അമ്പരിപ്പിച്ചൊരു കാര്യം, അന്ന് അങ്ങ് വാർത്താ സമ്മേളനത്തിൽ അങ്ങല്ല സംസാരിക്കുന്നത്, ശ്രീ സിദ്ദിഖ് മാത്രമാണ് സംസാരിക്കുന്നത്. സിദ്ദിഖിന്റെ ആവശ്യപ്രകാരമാണ് മാധ്യമപ്രവർത്തകർ, മറ്റ് ഉള്ള സ്ത്രീകളായ അവിടെ ഉണ്ടായിരുന്ന ആളുകളോട് പോലും സംസാരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ആ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുന്ന സമയത്ത് അങ്ങ് ഒപ്പമുണ്ട്. അങ്ങേക്ക് അറിയാമായിരുന്നോ അദ്ദേഹം രാജിവെച്ച് പോകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവും? കാരണം ഇതിപ്പം ആ ചോദ്യത്തിൻ്റെ ഉള്ളടക്കം എനിക്ക് മനസ്സിലായി. കാരണം ഇദ്ദേഹത്തെക്കുറിച്ചൊരു പരാതി 2-3 വർഷം മുൻപ്, 3-4 വർഷം മുൻപ് അമ്മയിൽ തന്നു എന്ന് താങ്കൾ അറിഞ്ഞുകൊണ്ടാണ് ഇത് ചോദിക്കുന്നത് എനിക്കറിയാം. പക്ഷേ സത്യത്തിൽ എനിക്കറിയത്തില്ലായിരുന്നു. കാര്യം ഞാൻ അമ്മയിൽ ഭാരവാഹിയാകുന്നത് ഒരു 1.5 മാസം മുമ്പാണ്. അത് ഞങ്ങൾക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. അമ്മയിലെ ചില പ്രവർത്തനങ്ങളിൽ മാറ്റം വരുത്തണം, അമ്മയിൽ ജനാധിപത്യ ബോധം ആൾക്കാരിൽ കൊണ്ടുവരണം, അമ്മയിൽ ഡൗൺ ട്രോഡനായിട്ട് നിൽക്കുന്ന, സാധാരണക്കാരനായി നിൽക്കുന്ന, ഞാൻ പ്രതിനിധാനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള, അവിടെ താരങ്ങൾ മാത്രമല്ല, അവിടെ സാധാ ഉപജീവന മാർഗമായിട്ട് അഭിനയിക്കുന്ന എന്നെ പോലത്തെ പാവപ്പെട്ട ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അവിടെ മാസങ്ങളായിട്ട് സിനിമയിൽ എനിക്ക് തന്നെ, നിങ്ങൾക്കൊന്ന് അസസ് ചെയ്താൽ അറിയാം, ഞാൻ കുറച്ച് അഡ്വർടൈസ്മെൻറ്റ്സും ഞാൻ മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടാണ് എനിക്ക് ജീവിക്കാനുള്ള വരുമാനം എനിക്ക് കിട്ടുന്നത്. ഞാൻ കുറച്ച് ആഡിൻ്റെ പുറകെ സഞ്ചരിക്കുന്നുണ്ട്, വർക്കുകൾ ചെയ്യുന്നുണ്ട്, അങ്ങനെ കുറച്ച് പരിപാടികൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ എനിക്ക് വേണ്ട വരുമാനം ഞാൻ ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ട് ഞാൻ വർക്ക് ചെയ്ത് പോകുന്നതാണ്. പക്ഷേ എനിക്ക് വലിയ സിനിമകളൊന്നും കിട്ടുന്നില്ല. അപ്പോൾ അതിന് ഞാൻ ഒരു റീസൺ കണ്ടെത്തി മറ്റുള്ളവരെ കുറ്റം പറയുന്നതിനപ്പുറം എനിക്ക് വർക്ക് ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ള ആ സാധനം മാത്രം ചിന്തിച്ച് ജീവിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരാളുടെ
കുറ്റങ്ങളെക്കുറിച്ച് ഞാൻ ശ്രദ്ധിക്കാറില്ല. പക്ഷേ എൻ്റെ കുറ്റങ്ങളെക്കുറിച്ച് കഴിയാവുന്ന ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കിയത് അമ്മയിൽ സാധാരണക്കാരായ ആൾക്കാരെ പരിരക്ഷ അവരുടെ ഒരു ശബ്ദം എന്നോണം ഒരാൾ ആ കമ്മിറ്റിയിൽ വേണം. അത് ഞങ്ങളെല്ലാവരും മനസ്സിലാക്കിയതാണ്. ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, അനൂപ് മനസ്സിലാക്കിയിട്ടുണ്ട്, കുക്കു മനസ്സിലാക്കിയിട്ടുണ്ട്. ഞങ്ങൾ സമാന ചിന്താഗതിക്കാരായ ഞങ്ങൾ വിചാരിച്ചു നമുക്ക് ഒരു സാധാരണക്കാരായ നമ്മളെ ആ അമ്മയിൽ സാധാരണക്കാരുടെ പ്രതിനിധിയായിട്ട് 1-2 പേര് വേണം. അങ്ങനെ മത്സരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ജയിച്ചു വന്ന ഒരാളാണ്. ആ സമയത്ത് ഈ 1.5 മാസം മുമ്പ് അന്ന് ഈ വാർത്താ സമ്മേളനം നടക്കുന്ന സമയത്ത് സിദ്ദിഖ് പറയുന്നുണ്ട്, പക്ഷേ ഈ 2018 ഒരു പരാതി വന്നിട്ടുണ്ട് എന്ന്. ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഞാനും ചോദിച്ചൊരു കാര്യമാണ്. 2018 പരാതി വന്നിട്ട് അന്നത് പോലീസിന് കൊടുത്തില്ല, ശരി, അത് കേട്ടു, ഇപ്പോൾ അത് കാണുന്നുണ്ട്, അപ്പോൾ അത് പോലീസിന് കൊടുക്കണ്ടേ? അത് അങ്ങനെ ചെയ്യണമെന്നല്ലേ നാട്ടിലെ നിയമം? അല്ല, ഈ 2018 വന്ന പരാതി അന്ന് കാണണ്ടേ? ഞാൻ അമ്മയിൽ അന്നുണ്ടായിരുന്ന ഭാരവാഹികളെ ഞാൻ തിരുത്താൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അമ്മയുടെ പ്രവർത്തനത്തിൽ ഒരു തിരുത്തൽ വേണം എന്ന് ഞാൻ ആഗ്രഹിച്ചത് അതുകൊണ്ട് തന്നെയാണ്. നമുക്ക് നമ്മളെ വിശ്വസിച്ച്, സംഘടനയെ വിശ്വസിച്ച്, അമ്മയിലുള്ളവരാട്ടെ ഇല്ലാത്തവരാട്ടെ, അമ്മയിലുള്ള ഒരാളെക്കുറിച്ചൊരു പരാതി പുറത്തുനിന്ന് ഒരാൾ കൊണ്ടൊരു ലെറ്റർ തന്നു കഴിഞ്ഞാൽ നമ്മളതിനെ കൃത്യമായ വിലയോടുകൂടി അതിനെ വായിച്ചു നോക്കുകയും അത് മനസ്സിലാക്കുകയും അവരെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ സത്യസന്ധമായിട്ടൊരു അന്വേഷണം നടത്തുകയും അതിന് വേണ്ട എന്തൊക്കെ കാര്യങ്ങളാണോ അതൊക്കെ ചെയ്യുകയും വേണ്ടേ? അങ്ങനെ ഒരു ലെറ്റർ വന്നിട്ട് അത് കാണാതിരിക്കുകയും അതിനെ പ്രതികരിക്കാതിരിക്കുകയും ചെയ്യുന്നത് തെറ്റ് തന്നെയാണ്. അതിൽ മാത്രമാണ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അമ്മയുമായിട്ട് അങ്ങേക്ക് ഇങ്ങനെ ഒരു പരാതി ഉണ്ടായിരുന്നു എന്ന് അങ്ങേക്ക് അറിയാമോ? വ്യക്തിപരമായി അങ്ങേക്ക് അറിയാമായിരുന്നോ? ഇല്ല. ഇതിൻ്റെ വിഷയം എന്താണെന്നറിയാമോ? നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സാങ്കേതിക വിഷയമുണ്ട്. അമ്മയിൽ ഞാൻ 2009 തൊട്ടാണ് അമ്മയുടെ അംഗമാകുന്നത്. ഞാൻ അന്ന് തൊട്ട് അമ്മയിൽ ഈ 2000 ഇന്ന് വരെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഈ നമ്മൾക്ക് എക്സിക്യൂട്ടീവ് അംഗങ്ങളല്ലാത്ത അംഗങ്ങളെ സംബന്ധിച്ച് അമ്മയുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസും അവിടെ നടക്കുന്ന കാര്യങ്ങളെയും കുറിച്ച് അറിയാൻ വർഷത്തിൽ ഒരു ഓപ്ഷനേ ഉള്ളൂ. അതെപ്പോഴാണെന്നറിയാവോ? ജൂണിലെ 2ാമത്തെ ഞായറാഴ്ച, ജൂണിലെ അവസാനത്തെ ജയൻ അങ്ങേക്ക് അറിയില്ല, ശരി, പക്ഷേ ശ്രീ സിദ്ദിഖിന് അറിയാമായിരുന്നു. അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളെ സ്ഥിരീകരിക്കുന്നുണ്ട് 2018 പരാതി ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഈ വാർത്താ സമ്മേളനത്തിൽ വരുന്ന മുമ്പ്, ഏറ്റവും കുറവ് വാർത്താ സമ്മേളനത്തിൽ വരുന്നതിന് തൊട്ട് മുമ്പെങ്കിലും അദ്ദേഹത്തിന് അറിയാം പോലീസിന് കൊടുത്തിട്ട് വേണ്ട വാർത്താ സമ്മേളനത്തിൽ വരാൻ. അങ്ങനെയായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പ്രതിരോധിക്കാൻ പറ്റുമായിരുന്നു. ഉറപ്പായിട്ടും. അത് ഞാൻ പറഞ്ഞല്ലോ, ആർക്ക് തെറ്റ് പറ്റിയാലും അത് തെറ്റാണെന്ന് വിളിച്ചു പറയാൻ ഉള്ള ആർജവം നമുക്കുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, അങ്ങനെ പരാതി വന്നപ്പോൾ അത് പരിശോധിക്കണമായിരുന്നു, അതിന് വേണ്ട പ്രതിവിധികൾ ചെയ്യണമായിരുന്നു, അതിന് കൃത്യമായ നടപടികൾ ചെയ്യണമായിരുന്നു. അത് തെറ്റ് തന്നെയാണ് അമ്മയുടെ ഭാഗത്തുനിന്ന് പറ്റിയത്, യാതൊരു സംശയവുമില്ല. ശ്രീ ജയൻ, ഇപ്പോൾ ഇനിയും ഇത്തരം പരാതികൾ വരാം, ഇനിയും ഇത്തരം പേരുകൾ ഉയർന്നു വരാം. അത് ആരുടെയൊക്കെയൊന്നും പറയാൻ കഴിയില്ല. അങ്ങയുടെ അടുത്തിരുന്ന ആൾക്കെതിരെ പരാതി വരുമെന്ന് അങ്ങേക്ക് അറിയില്ലായിരുന്നു. ഇതൊക്കെ ഒരു സുപ്രഭാതത്തിൽ മുളച്ചു വന്നതാണ്, ആരുടെയെങ്കിലും സമ്മർദ്ദഫലമാണ് എന്നൊക്കെ വിചാരിക്കാൻ കഴിയുമോ? ജയൻ കേൾക്കാമോ? അല്ല, ഇത് നമ്മൾ അറിഞ്ഞിട്ടില്ല, അതാണ് എൻ്റെ സത്യം. പക്ഷേ ഒരു പരാതി കൂടി ഉണ്ട്. ഒരു പരാതി അമ്മയിൽ മെമ്പർ അല്ലാത്ത ഒരു വനിതയുടെ കയ്യിൽ നിന്ന് ഒരു പരാതി വന്നിരുന്നു. 2006 അവർക്കുണ്ടായ ഒരു ലൊക്കേഷനിൽ അവരഭിനയിച്ച ഒരു സിനിമയിലെ സംവിധായകനിൽ നിന്നുണ്ടായ ഒരു ദുരനുഭവത്തെക്കുറിച്ചൊരു ലെറ്റർ അവർ 2018 അമ്മയിൽ തന്നു. ഞാൻ അന്വേഷിച്ചപ്പോൾ ആ പെൺകുട്ടി അന്ന് അമ്മയിലെ മെമ്പർ അല്ലായിരുന്നു. പക്ഷെ അതൊന്നും നോക്കേണ്ട കാര്യമില്ല. അവർ ഈ സിനിമ ഫ്രട്ടേണിറ്റിയിലുള്ളതാണ്, നായികയായിട്ടും ഒക്കെ അഭിനയിച്ചിട്ടുള്ള കുട്ടിയാണ്. അപ്പോൾ അവരൊരു ലെറ്റർ തന്നപ്പോൾ അതിനെ 2018 ഭരണസമിതി അതിനെ വേണ്ട വിധം ആ ലെറ്ററിന് പരിഗണന കൊടുത്തിട്ടില്ല. ശരി, വളരെയധികം നന്ദി ശ്രീ ജയൻ. അതായത് ഈ പറയുന്ന പ്രശ്നമാണ്, ഇവിടെയാണ് വന്നു പറഞ്ഞില്ല എന്നൊക്കെ പറയുന്നത്. പിന്നീട് ആളും പേരും ഒന്നും വെളിപ്പെടുത്തില്ല എന്ന ഉറപ്പിന്മേൽ ഹേമ കമ്മിറ്റിയിൽ ഇതൊക്കെ പറയുന്നതിന് കാരണം പരാതി കൊടുത്തിട്ട് ആരും അനങ്ങിയിട്ടില്ല എന്ന ചരിത്രം അവിടെയുള്ളത് കൊണ്ടാണ്. പരാതി കൊടുത്തവർക്കും സംഘടന രൂപീകരിച്ചവർക്കും പിന്നെന്ത് സംഭവിച്ചു എന്നറിയാവുന്നതും കൊണ്ടാണ്.